വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളത്. രാജ്യത്തെ യുവാക്കൾക്ക് വമ്പൻ വാഗ്ദാനങ്ങളുമായാണ് കോൺഗ്രസിന്റെ വരവ്. ഒഴിവ് കിടക്കുന്ന 30 ലക്ഷത്തോളം തസ്തികകൾ നികത്തും. സ്റ്റാർട്ടപ്പുകൾക്ക് 5000 കോടി, ബിരുദധാരികൾക്ക് അപ്രന്റീസ്ഷിപ്പ് എന്നിങ്ങനെ വൻ പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിലാണ് ഈ പ്രഖ്യാപനം. യുവാക്കൾക്കായുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സർക്കാർ സർവീസിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഏകദേശം 30 ലക്ഷം തസ്തികകൾ നികത്തുമെന്നും കർഷകർക്ക് വിളകളുടെ താങ്ങുവില നിയമപരമായി ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ന്യായ് യാത്ര പ്രവേശിച്ചപ്പോഴാണ് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ ഏതൊരു യുവ ബിരുദധാരിക്കും സർക്കാർ സ്വകാര്യ മേഖലകളിൽ അപ്രന്റീസ്ഷിപ്പ് അവകാശമുണ്ട്. അവർക്ക് 1 വർഷം അപ്രന്റീസ്ഷിപ്പ് ലഭ്യമാക്കും. 1 ലക്ഷം രൂപയും ഇക്കാലയളവിൽ ലഭിക്കും. തൊഴിലിനുള്ള അവകാശം കോൺഗ്രസ് ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ മേഖലകളിൽ 30 ലക്ഷത്തോളം ഒഴിവുകളുണ്ട്. മോദിക്കിത് നികത്താനാവുന്നില്ല, BJPക്കും സാധിക്കുന്നില്ല. അധികാരത്തിൽ വന്നാൽ ഈ തസ്തികകൾ നികത്തുകയാണ് തങ്ങളുടെ ആദ്യ ചുവടെന്നും രാഹുൽ ഉറപ്പു പറഞ്ഞിരിക്കുകയാണ്. അതേസമയം രാഹുൽ ജോഡോ യാത്രയിൽ മോദിക്ക് നേരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. രാജ്യത്തെ ജനങ്ങൾക്ക് ജയ് ശ്രീറാം ജപിക്കണമെന്നും പട്ടിണി മൂലം മരിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാവ് മോദിക്ക് നേരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. ചൊവ്വാഴ്ച മധ്യപ്രദേശിലെ സാരംഗ്പൂരിൽ ഭാരത് ജോഡോ യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് രാഹുൽ മോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച അഗ്നിവീർ പദ്ധതിയെയും രാഹുൽ വിമർശിച്ചു. മുൻകാലങ്ങളിൽ യുവാക്കൾക്ക് സായുധ സേനകൾ 2 ഉറപ്പുകൾ നൽകിയിരുന്നു: പെൻഷനും രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന പക്ഷം അർഹിക്കുന്ന ആദരവും. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അഗ്നിവീർ പദ്ധതിയിലാകട്ടെ 4 പേർക്ക് സൈനിക സേവനത്തിന് അവസരം നൽകിയാൽ അതിൽ 3 പേരെ പിരിച്ചുവിടും. ആ പിരിച്ചുവിടുന്നവർ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരായിരിക്കുമെന്നും രാഹുൽ തുറന്നടിച്ചിരുന്നു. അതേസമയം സിറ്റിംഗ് സീറ്റായ വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് നൽകുന്ന പുതിയ സൂചന. 2002 മുതൽ അമേഠിയിലെ MP ആയിരുന്നു രാഹുൽ ഗാന്ധി. 2019 തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്മൃതി ഇറാനിയോട് അമേഠി മണ്ഡലത്തിൽ രാഹുൽ പരാജയപ്പെട്ടു. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഹുൽ വീണ്ടും അമേഠിയിലേക്ക് ഇറങ്ങുന്നത്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിച്ചേക്കും. അമ്മ സോണിയാഗാന്ധിയാണ് നേരത്തെ റായ്ബറേലിയിൽ മത്സരിച്ചിരുന്നത്. സോണിയ രാജ്യസഭയിലേക്ക് പോയതോടെയാണ് കന്നി അംഗത്തിനായി പ്രിയങ്ക റായ്ബറേലിയിൽ എത്തുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും.